കണിച്ചുകുളങ്ങര ക്ഷേത്രത്തിന് പരിസരത്തെ ലോട്ടറി കച്ചവടക്കാർക്ക് കൈത്താങ്ങുമായി ദേവസ്വം മാനേജർ. കൊടുംവേനലിൽ വലയുന്ന ലോട്ടറി വിൽപ്പനക്കാർക്ക് തണലേകുന്നതിനായി കുടകൾ നൽകിയാണ് മാതൃകാപരമായ പ്രവൃത്തി നടത്തിയത്. കത്തുന്ന വേനൽ ചൂടിൽ കണിച്ചുകുളങ്ങര ക്ഷേത്ര കോമ്പൗണ്ടിലും ക്ഷേത്രത്തിന്റെ പരിസരത്തുമായി ലോട്ടറി വിറ്റ് ഉപജീവനം കഴിക്കുന്ന കച്ചവടക്കാർക്കായി തണൽക്കുട ഒരുക്കിയിരിക്കുകയാണ് കണിച്ചുകുളങ്ങര ക്ഷേത്രം മാനേജരായ മുരുകൻ പേരക്കൻ. ഞാൻ ഈ റോഡില് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോകുന്ന സമയത്ത് നമ്മുടെ റോഡുകളിലൊക്കെ ഈ ലോട്ടറി കച്ചവടക്കാർ, സാധാരണയായ അമ്മൂമ്മമാർ, അച്ഛന്മാർ, അതുപോലെ തീരെ പ്രായം കുറഞ്ഞിട്ടുള്ള 10, 25, 30 വയസ്സൊക്കെയുള്ള സഹോദരിമാരുമൊക്കെ ഇങ്ങനെ റോഡിൽ നടന്ന് ഇങ്ങനെ ലോട്ടറി വിൽക്കുന്നത് കാണാൻ കഴിഞ്ഞു. പല പ്രാവശ്യം അവർ വേർത്ത് പൊളിച്ച് പോകുന്നത് കാണാൻ കഴിഞ്ഞു. അതുകൊണ്ട് ഏകദേശം ഒരു 40ഓളം കുടകൾ കൊടുക്കാനായിട്ട് ആഗ്രഹിക്കണേ. ഇപ്പോൾ ഒരു 26 കുട കൊടുത്തു കഴിഞ്ഞു. അപ്പോൾ അവർക്ക് ഒരു നിവൃത്തി ഉണ്ടെങ്കിൽ അവരാരും ഇതുപോലെ റോഡിൽ നടന്ന് കച്ചവടം ചെയ്യില്ലല്ലോ. അപ്പോൾ അവർക്കൊരു വെയിലും മഴയും കൊള്ളാതെ നടന്ന് പോകുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ കുടകളൊക്കെ അവർക്ക് കൊടുക്കുന്നത്. അവർക്കതൊരു ആശ്വാസമാണ്. വാങ്ങുന്നവർ തന്നെ വളരെ സ്നേഹത്തോട് അമ്മയോട് നന്ദി പറഞ്ഞുകൊണ്ടാണ് അത് വാങ്ങുന്നത്. അതും നമുക്ക് മനസ്സിനൊരു സന്തോഷം. അപ്പോൾ വരും ദിവസങ്ങളിലൊക്കെ അവർക്കൊക്കെ വേണ്ട എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ സാധിക്കുമെങ്കിൽ അത് ചെയ്യണമെന്നൊരാഗ്രഹമുണ്ട്. അപ്പോൾ വളരെ സന്തോഷം. ക്ഷേത്രത്തിന് പരിസരത്തുള്ള 50ഓളം വരുന്ന ലോട്ടറി കച്ചവടക്കാർക്കായാണ് കുടകൾ വിതരണം ചെയ്തത്. ഈ വേനൽക്കാലത്തും തുടർന്നു വരുന്ന മഴക്കാലത്തും തങ്ങളുടെ ഉപജീവന മാർഗം സുരക്ഷിതമായി കൊണ്ടുപോകുവാൻ ഈ കുടകൾ ഇവർക്ക് സഹായകരം ആവും.